ചില പാട്ടുകാര്, ചില മ്യൂസിക് ഡയറക്ടേഴ്സ്, ചില ലിറിസിസ്റ്റുകൾ ഇവരെക്കുറിച്ച് ഈ സിനിമ ഉണ്ടാക്കുന്ന ആളുകൾ പറയും അത് അടിപൊളി പാട്ടാണ്, അത് ഇവൻ എഴുതട്ടെ, ഇത് മെലഡിയാണ്, ഇത് ഇവൻ എഴുതട്ടെ, അത് ഇന്നതാണ് ഇവൻ പാടട്ടെ എന്ന്. ഇത് പക്ഷെ ഇവിടെ എല്ലാ സൈസും എടുക്കും. എല്ലാ ഇപ്പൊ ഇതിന്റെ ഒരു ഈ പാട്ട് വാഴ്വേമായം ഇത് തിരുത്തി എഴുതി എന്നൊക്കെ പറയുന്നിടത്ത് ഇതിന്റെ ഒരു പുരോഗമന ചിന്തയുണ്ടല്ലോ. മറ്റുള്ളവരുടെ പേര് റഫറൊക്കെ ഇപ്പം കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം എന്ന് പറയുന്ന പാട്ടിന്റെ വരികളൊക്കെ ശ്രദ്ധിച്ചാല് എന്ത് രസമായിട്ടാണ്. വിൽപ്പനച്ചരക്കായിരുന്നു, അതുകൊണ്ടാണ് അത്. ഞാനിപ്പോ നമ്മുടെ ഒരു സദസ്സ് കുറച്ചുകൂടെ ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് ഒരാളെയും കൂടെ വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 10,000-ലധികം പാട്ടുകൾ കാണാതറിയാം. അതായത് മനപ്പാടമാണ്, ഹൃദ്യസ്ഥമാണ് 10,000-ലധികം പാട്ടുകൾ. ഈ 10,000-ഓളം പാട്ടുകളുടെയും സിനിമ ഏത്, അഭിനയിച്ചതാര്, റിലീസായ വർഷം, പാടിയതാര്, ഇതും കാണാതെ പറയും. ഇത് അദ്ദേഹം ഒരു ഷോ ആയിട്ട് വേദികളിൽ അവതരിപ്പിക്കുന്നതാണ്. പണ്ട് ഈ ഷോ അവതരിപ്പിക്കുമ്പം ആളുകൾക്ക് ചോദിക്കണമെങ്കിൽ ഉത്തരം അവനവൻ അറിയണമല്ലോ. ഇപ്പൊ ഗൂഗിളൊക്കെ വന്നുകൊണ്ട് സദസ്സിലുള്ള ആളുകളെല്ലാം ഗൂഗിളിൽ നോക്കുകയും ഇതില്ലാതെ ഉത്തരം പറയുകയും ചെയ്യുന്ന രീതിയിൽ ഗാനങ്ങളെ സ്നേഹിക്കുന്ന, ഗാനങ്ങൾ ആലപിക്കുന്ന, ഗാനങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ ഒരാൾ സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട കൊച്ചിൻ മൻസൂർ. മൻസൂർക്ക, ഈ ഞാൻ മാർക്കോസ് സാറിനോട് ചോദിച്ചു, വയലാറിന്റെ പാട്ടില്ലാതെ ഒരു പരിപാടി അത് സാധ്യമല്ല, ഒരേ സ്ഥലത്ത് 3 കൊല്ലം പല പല പാട്ടുകളായിട്ട് നടത്തി എന്നൊക്കെ പറഞ്ഞു. എത്രമാത്രം സ്വാധീനമുണ്ട് മൻസൂർക്കയുടെ പരിപാടികളിൽ? അത് എനിക്ക് പറഞ്ഞത് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വയലാർ അച്ഛനാണ്, എൻ്റെ ചേട്ടനാണത്. കാരണം അച്ഛൻ്റെ പാട്ടില്ലാതെ ഒരു ദിവസം പോലും കടന്നു. ഇപ്പം ഇന്നലെ എനിക്ക് കിട്ടി മറ്റൊരു റെക്കോർഡ്, ഒരേ വേദിയിൽ 13 വർഷം എറണാകുളത്ത്. അപ്പോൾ ഇന്നലെ ആ പ്രോഗ്രാം കഴിഞ്ഞുള്ളൂ, അതിൽ 3/4 ഭാഗവും വയലാറച്ഛൻ്റെ പാട്ടാണ്. അപ്പോൾ ഓരോ ദിവസവും അച്ഛൻ്റെ പാട്ടില്ലാതില്ല. ഇപ്പോൾ 2016 എൻ്റെ 11ാമത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാറച്ഛൻ്റെ 101 പാട്ടുകൾ 10 മണിക്കൂർ ബൈഹാർട്ട് പാടിയത്. ഒറ്റ സെന്റൻസിൽ പറഞ്ഞാല് ഇത് വയലാറിനെ പാടി നേടിയ ആള്, ഞാൻ വയലാറിനെ കേട്ട് നേടിയ. അപ്പം മാത്രമല്ല, ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ 2015 10 വർഷം മുമ്പ് അച്ഛൻ്റെ മണ്ഡപത്തിൽ വെച്ച് എൻ്റെ അമ്മയും ചേട്ടനും ചേച്ചി എല്ലാം എന്നണിയിച്ചതാണ് വയലാറെന്ന് എഴുതിയ ഈ മോതിരം. ഇതിൽ എഴുതിയേക്കണ വയലാറെന്നാണ്. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ഇത് കണ്ടാൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുനൻ മാസ്റ്റർ എന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞത്, ഇത് നിനക്ക് കിട്ടിയ ഓസ്കാർ അവാർഡാണ്. ഇത്രയും വലിയൊരു കവിയുടെ വീട്ടില് മകനായിട്ട് എടുക്കുകയും എന്നെ അവിടെ മനോവർമ്മയാക്കി. അവിടെ മനോവർമ്മ, അതായത് വയലാറിന്റെ വീട്ടില് മകനായിട്ട് എടുത്ത ഒരാളാണ്. അതൊക്കെ പക്ഷെ അത് മാത്രമല്ല, പിന്നെ എന്നേക്കാൾ കൂടുതൽ അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ വയലാർ. അതുണ്ട്. അത് അച്ഛൻ്റെ പാട്ടുകളാണ് നമുക്ക് ഓരോ ദിവസവും നമുക്ക് തരുന്ന ജീവിതം. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അച്ഛൻ്റെ പാട്ടുകളാണ്. അതില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചതെല്ലാം ഇതിന് അച്ഛൻ്റെ പാട്ട്. ഞങ്ങളൊക്കെ പ്രത്യേകിച്ചും ഈ തലമുറയല്ല ഞാൻ പറയുന്നത്, 2000-ന് മുമ്പുള്ള തലമുറയിലെ ഒട്ടുമിക്ക ഗായകരും അദ്ദേഹത്തിന്റെ പാട്ട് പാടിയിട്ടാണ് വേദികളിൽ തിളങ്ങിയിട്ടുള്ളത്. മൻസൂർക്കയുടെ ഒരു തുടക്കം പറയുന്നത് വയലാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന് അച്ഛൻ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവര് മോതിരിട്ട് തരുന്നു. അതെ, എവിടെ ഇതിനൊരു ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു തുടക്കം. ചെറുപ്പത്തിലേ എനിക്ക് അച്ഛൻ്റെ പാട്ട് പാടൽ ഒരു താല്പര്യമുണ്ട് റേഡിയോയിൽ കേൾക്കുമ്പോൾ. അങ്ങനെ 10ാമത്തെ വയസ്സിൽ ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിൽ അച്ഛൻ എഴുതിയ പാട്ട് ദേവരാജ മാസ്റ്റർ സംഗീതം ചെയ്ത് ദാസിയുടെ പാടി, പഴയകാല നടനായ മോഹൻ എന്ന നടൻ പാടി അഭിനയിച്ചൊരു ഗാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗാനമാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കേട്ടത്. അത് ദാസിയുടെ കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി രാസവിലാസവതി രാഗിണി രാധയ പോലെ നി ഭാഗ്യവതി കാളിന്തി കാളിന്തി. ഈ ഒരു പാട്ടായിരുന്നു. ഇതാണ് ആദ്യമായിട്ട് വേദി. പക്ഷെ ആ പടത്തിൽ തന്നെ അതിനേക്കാൾ വ്യത്യസ്തമായ മറ്റൊരു പാട്ട് ശ്രീകാന്ത് എന്ന പ്രിയപ്പെട്ട ഗായകൻ്റെ ആദ്യത്തെ പാട്ട്. അത് മലയാളത്തിൻ്റെ ഇതിഹാസങ്ങൾ
ജനിക്കും മുൻപേ ഈശ്വരൻ ജനിക്കും മുൻപേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമുരനുഭൂതി. എന്തൊരു, അതായത് ഇതിഹാസങ്ങളൊക്കെ ജനിക്കും മുമ്പേ എന്നും പറഞ്ഞിട്ടാണ് എഴുതിയത്. അതെ.